ഇന്നാണെങ്കിൽ വളരെ നേരം വൈകിട്ടാണ് ഞാൻ വെച്ചത്. എന്താണെന്നല്ലേ, ഇന്ന് നൈനുക്കുട്ടിക്കും ഇന്ന് മുതൽ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ പിന്നെ ഈ മെല്ലെ എണിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചാലും നടക്കുന്നില്ല. ഉമേഷ് പിന്നെ നേരത്തെ പോയിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒന്നിനും വരാത്തത് കൊണ്ട് നമ്മൾ നേരം വൈകിട്ടാണ് എണിക്കലും. അപ്പോൾ രാവിലെ നമ്മൾ ദോശ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കറിയൊന്നുമില്ല. കറി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ഉച്ചയ്ക്ക് ഞാൻ ചോറിന് മുതിര വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കണത്, എന്ത് ടേസ്റ്റാണ്. പിന്നെ മുതിര ഉപ്പേരി വെച്ചു. മുതിര ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. പുതിനയില ജ്യൂസാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പുതിനയില ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കി കഴിച്ചു, എല്ലാം കുടിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡും പിന്നെ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചത് വെച്ചിട്ടാണ് കേട്ടോ. ബ്രെഡാണെങ്കിൽ എൻ്റെ എക്സ്പയറി ഡേറ്റ് 2 ദിവസം കൊണ്ട് തീരും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ബ്രെഡും കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.